നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അരവിന്ദ് ഈയിടെയായിട്ട് ഇത്തിരി തടിച്ചോ? ഓ അങ്ങനെ ലേശം തടിച്ചോലുണ്ട്. ഗോപിയും ചെറുതായിട്ടൊന്ന് മെലിഞ്ഞു എന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെപ്പോഴും അപ്പിയറൻസിനെ വെച്ചിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യും അല്ലേ? തീർച്ചയായും. എന്താ പറയുക, ഇപ്പോൾ ഒരു വ്യക്തിയെ അളക്കുന്നത് അയാളുടെ ലുക്കിനെ വെച്ചായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ നല്ലപോലെ സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിയുന്നത് അയാളുടെ വണ്ണത്തെ നോക്കിയോ അല്ലെങ്കിൽ അയാളുടെ കൊടവേറിനെ നോക്കിയൊക്കെ ആയിരിക്കും ഒരാൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് നമ്മുടെ നാട്ടിൻപുറത്തുള്ളവരുടെ ഒരു അങ്ങനെയാണ് അവർ കാഴ്ചപ്പാട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സിനിമകളെ പറ്റിയായിരുന്നു അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പിയറൻസിനെ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന്റെ നെഗറ്റീവ്സ് പറയുന്ന ഒരു സിനിമയായിരുന്നു തീർച്ചയായിട്ടും അങ്കിൾ ബൺ എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 25 വർഷം തികയുന്ന അങ്കിൾ ബൺ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഭദ്രൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ആ ചിത്രം അത് ഒരു അന്നത്തെ കാലത്ത് ഏറ്റവും സെൻസേഷണൽ ആയ ഒരു ചിത്രം തന്നെയാണ്. പക്ഷേ കമേഴ്ഷ്യലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര സക്സസ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ തന്നെ കിലുക്കം ആ ടൈമിലാണ് റിലീസ് ചെയ്തത്. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഓർത്തോർത്ത് ചിരിക്കുന്ന കോമഡികളാണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു തീർച്ചയായിട്ടും അങ്കിൾ ബൺ. ഇന്ന് നമ്മൾ ചാനലിലൊക്കെ ആ സിനിമ സംപ്രേഷണം ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു മടുപ്പ് പോലും തോന്നാതെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അങ്കിൾ ബൺ. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ, ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലം തൊട്ടായാലും ശരി, ഇന്നത്തെ ജനറേഷനിലെ കൊച്ചുകുട്ടികളായാലും ശരി, അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് അങ്കിൾ ബൺ. ഇപ്പോൾ അങ്കിൾ ബൺ സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു കാലഘട്ടത്തിൽ അതൊരു പരീക്ഷണ ചിത്രമായിരുന്നെങ്കിൽ പോലും ആ ക്യാരക്ടർ, മോഹൻലാൽ ചെയ്ത ആ ക്യാരക്ടർ നമ്മളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വണ്ണുള്ളവർ പോലും ചിലപ്പോൾ അങ്കിൾ ബൺ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അല്ലേ? ഇപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ അതിലെ സംഗീത സംവിധാനം നമ്മൾ പറയേണ്ട കാര്യമാണ്. കാരണം BGM ചെയ്തത് ജോൺസൺ മാഷോ അതുപോലെ സംഗീതം ചെയ്ത രവീന്ദ്രൻ മാഷോ ആണ്. അപ്പൊ നമ്മൾ സംഗീതത്തിനെ പറ്റി പറയുമ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് പ്രേക്ഷകർക്ക് അറിയാം, ശുഭസംഗീതമാണ്. അപ്പൊ നമുക്ക് വേഗം കണ്ടിട്ട് തിരിച്ചു വരാം. ഹരിതവനത്തിൻ്റെ കുളിർച്ചായയിൽ അമൃതമന്ദാരില ഒഴുകി വരുമ്പോൾ ഹൃദയരുമാഞ്ചം പകരാതണയു അനുരാഗമെഴുതും മലയാള കവിതേ ഹരിതവനത്തിൻ്റെ കുളിർച്ചായയിൽ. മധുമാസ നികുഞ്ചങ്ങൾ മലർശയ്യൊരുക്കും അതിലെൻ്റെ മോഹങ്ങൾ തലചായ്ച്ചു മയങ്ങും. മധുമാസ നികുഞ്ചങ്ങൾ മലർശയ്യൊരുക്കും അതിലെൻ്റെ മോഹങ്ങൾ തലചായ്ച്ചു മയങ്ങും. മനസ്സിൻ്റെ താളങ്ങൾ ചിറകടിച്ചുയരും. മനസ്സിൻ്റെ താളങ്ങൾ ചിറകടിച്ചുയരും. കമനീയ സ്വപ്നങ്ങൾ കവിതയായി വിരിയും ഹരിതവനത്തിൻ്റെ കുളിർച്ചായയിൽ. മധുരവികാരങ്ങൾ പുളകത്തിലയിക്കും. പുളകങ്ങളായിരം സ്വരരാഗമുയർത്തും. മധുരവികാരങ്ങൾ പുളകത്തിലയിക്കും. പുളകങ്ങളായിരം സ്വരരാഗമുയർത്തും. സിരകളിൽ അനുഭൂതി നിറകതിരൊരുക്കും. സിരകളിൽ അനുഭൂതി നിറകതിരൊരുക്കും. അമൃതനിശന്ധിയായി കവിതയായി വിരിയും ഹരിതവനത്തിൻ്റെ കുളിർച്ചായയിൽ. അമൃതമന്ദാരില ഒഴുകി വരുമ്പോൾ ഹൃദയരുമാഞ്ചം പകരാതണയു അനുരാഗ
രാഗമെഴുതും മലയാള കവിതേ ഹരിതവനത്തിൻ്റെ കുളിർച്ചായയിൽ. അരവിന്ദ്, ചരിത്രം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ? ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇന്നാണ് ബെനസിർ ഭൂട്ടോ ജനിക്കുന്നത്. അതായത് 1953 ജൂൺ 21 അവർ ജനിക്കുന്നത്. ബെനസിർ ഭൂട്ടോനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം കൺട്രിയിൽ ആദ്യമായിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു ബെനസിർ ഭൂട്ടോ, പാകിസ്ഥാനിലെ, അറിയാലോ. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ അച്ഛനും അവിടുത്തെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1991 ജൂൺ 21 PV നരസിംഹറാവു നമ്മുടെ ഇന്ത്യയുടെ 9ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെ അരവിന്ദ്, നമുക്ക് കാണാം ചരിത്രത്തിൽ നിന്ന്. ഗോപിക, നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. വേറൊന്നുമല്ല, ഈ ജൂൺ മാസം നമ്മൾ വേൾഡ് എൻവയറൺമെന്റൽ ഡേ ആചരിച്ചൊരു അതെ, ഈ ഒരു മാസത്തിന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയാവോ? നമുക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഒരു സന്തോഷ വാർത്തയാണ്. ഹൈക്കോടതി റബ്ബർ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യ വസ്തുക്കൾ പൊതുസ്ഥലങ്ങളിൽ എന്താ പറയുക കത്തിക്കുന്നത് നിരോധിക്കുകയുണ്ടായി. ഇത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാലിന്യ നിക്ഷേപങ്ങൾ അതുപോലെ തന്നെ മാലിന്യം കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെല്ലാം ഇല്ലാണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അരവിന്ദ്, അതൊരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് നമ്മുടെ കേരള ഹൈക്കോടതി ആ ഒരു വിധി പുറപ്പെടുവിപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഫാമിലി ഡോക്ടർ സെഗ്മെന്റിൽ നമ്മുടെ ഡോക്ടർ അതിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലെ സാമൂഹ്യ പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ, അതായത് അസുഖങ്ങളെ പറ്റിയും അതേപോലെ തന്നെ നമ്മൾ എന്തുതരം പ്രൊട്ടക്ഷൻസ് ആണ് എടുക്കേണ്ടത് എന്നതിനൊക്കെ പറ്റി സംസാരിക്കാനായിട്ട് നമുക്ക് കാണാം ഫാമിലി ഡോക്ടർ അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർത്താണ്ഡപിള്ള. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രതിരോധ കുത്തിവയ്പ്പെ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ വളരെ മുന്നിലായിരുന്നു. കേരളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യമായിരുന്നു. നമ്മുടെ ആളുകൾ എപ്പോഴും ആരോഗ്യത്തെപ്പറ്റി ബോധവാന്മാരാണെന്നും പ്രതിരോധ കുത്തിവയ്പ്പും ബാക്കിയുള്ള രോഗം വരാതിരിക്കാനുള്ള നടപടികളിലും പരിശോധനകളിലും എപ്പോഴും താല്പര്യം കാണിക്കുന്ന ഒരു ജനതയാണെന്നുള്ള ഒരു അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രതിരോധ കുത്തിവയ്പ്പ് തന്നെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എടുക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഈ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനുള്ള മടി കാണിക്കുന്ന രക്ഷകർത്താക്കൾ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പ്രധാന കാരണം പ്രകൃതി ചികിത്സ ഇതുപോലുള്ള മറ്റുള്ള ഇതര ചികിത്സാ വിഭാഗങ്ങൾ തന്നെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് ശരീരത്തിന് നല്ലതല്ലെന്നും അത് ഹാനികരമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരത്തുകയും അത് തന്നെ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഡിപ്തീരിയ പോലുള്ള തൊണ്ടമുള്ള്, തൊണ്ടയിൽ പഴുപ്പ് വരുന്നു, ശ്വാസം മുട്ട് വരുന്നു, ചിലപ്പം മരണത്തിന് തന്നെ കാരണമാകുന്ന രോഗം ഡിപ്തീരിയ, തൊണ്ടമുള്ളെന്ന് പറയുന്ന രോഗം. അത് പൂർണ്ണമായിട്ടും നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ആശുപത്രിയിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഒരു വാർഡ് മുഴുവനും തന്നെ ഇതുപോലെ രോഗികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലും ബുക്കിലുള്ള പടങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു രോഗം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയതാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രതിരോധ കുത്തിവയ്പ്പ് സമയത്തെടുക്കാത്തതുകൊണ്ട് ഡിപ്തീരിയ പോലുള്ള തൊണ്ടമുള്ള പോലുള്ള രോഗങ്ങൾ വീണ്ടും വരികയും അതുകൊണ്ട് മരണങ്ങൾ സഹിതം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ പ്രവണത നമ്മൾ മാറ്റിയേ പറ്റൂ. ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തീർച്ചയായിട്ടും കുട്ടികളെ പല പല സാംക്രമിക രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതിൽ സംശയമൊട്ടും തന്നെയില്ല. അന്തർദേശീയമായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുള്ളതും ലോകമെമ്പാടും നൽകുന്നതുമായിട്ടുള്ള കുത്തിവയ്പ്പുകളാണ്.
ഇതിൻ്റെ ഉദാഹരണം തന്നെ വസൂരി എന്നുള്ള വളരെ മാരകമായിട്ടുള്ള രോഗം നമ്മുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പോളിയോ, പിള്ളവാതം, അത് തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യം ഭാരതം ആ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ പോലും അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, പോളിയോ തുള്ളി മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ ഒരു 5 വയസ്സ് വരെയെങ്കിലും നമ്മളിപ്പോഴും നൽകുന്നു അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡിപ്തീരിയയ്ക്കുള്ള മരുന്നും ഈ വില്ലൻ ചുമ, കുതിരസന്നി ഇതുപോലുള്ള 3 രോഗങ്ങൾ, പിന്നെ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തം, ഇതും കൂടെ ചേർന്നിട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കർശനമായിട്ട് തന്നെ നമ്മൾ നൽകേണ്ടതാണ്. അത് നൽകാതിരുന്നാൽ ഇതുകൊണ്ടുള്ള മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഏകദേശം ഒരു 18 രോഗങ്ങൾ, മസൂരി, ഈ മുണ്ടിനീര്, ഇതുപോലുള്ള 18 രോഗങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇതെടുക്കുന്നതുകൊണ്ട് തടയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് കർശനമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് നൽകേണ്ടതാണ്. അതിൽ ഒരിക്കലും തന്നെ അലംഭാവം നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വാക്സിനെ പറ്റിയും അത് നൽകുന്നതിനെ പറ്റിയും അത് ഉണ്ടാക്കാവുന്ന പാർശ്വഫലങ്ങളെപ്പറ്റിയും ഒക്കെ വളരെയേറെ സംശയങ്ങളുണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് വളരെയേറെ ഊതിപ്പിരിപ്പിച്ച് അത് ഈ വാക്സിൻ നൽകുന്നതുകൊണ്ടാണെന്ന് ഉള്ള തെറ്റിദ്ധാരണയും പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ തെറ്റിദ്ധാരണ ഒന്നും കൂട്ടാക്കാതെ ഇത് നമ്മൾ തീർച്ചയായിട്ടും നൽകിയേ പറ്റൂ. നൽകിയാലേ നമുക്ക് ഈ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശിശുമരണ നിരക്ക് 1 വയസ്സിനകത്തുള്ളതും 5 വയസ്സിനകത്തുള്ള ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും കുറവാണ്. ഒരു 16 കുട്ടികൾ, 1000 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള 1000 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 16 കുട്ടികളെ ഈ കാലത്ത് മരിക്കുന്നുള്ളൂ. ഇത് 200ഉം 250ഉം ഒക്കെ ആയിരുന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇതുപോലുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെയേറെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാലേ നമുക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ വളരെ വളരെ കുറവാണ്. എടുക്കാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മരണവും വൈകല്യവും കണക്കിലെടുക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ വളരെ വളരെ കുറവാണ്. അതും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു സ്റ്റോറി പറയാം. ഇത് വന്നിട്ട് ഒരു കുട്ടി 4ാമത്തെ വയസ്സിൽ ഈ കുട്ടിക്ക് പോളിയോ വരും. പോളിയോ വന്നിട്ട് അവളുടെ ലെഫ്റ്റ് ലെഗ് അവൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിന്റെ സ്വാധീനം നഷ്ടപ്പെടും. ഇപ്പൊ ഡോക്ടേഴ്സ് പറയും ഇനി ആ കുട്ടിക്ക് ഒരിക്കലും ആ കാല് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇപ്പൊ ബ്രേസസ് ഉപയോഗിക്കും ആ കുട്ടി അതിനുശേഷം. അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടി, അതും അവളുടെ അച്ഛനമ്മമാരെന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട വീട്ടിലുള്ളതാണ്. അച്ഛൻ ഒരു പോട്ടറും അമ്മ എന്ന് പറയുന്നത് വീട്ടുജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ കുട്ടി ഭാവിയിൽ ആരാവുന്നെന്ന് ഊഹിക്കാവോ? അങ്ങനെ ചോദിച്ചാൽ ഒരു സ്വാധീനക്കുറവുള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് ഡെഡിക്കേഷനും വിൽ പവറും ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ എന്തുമായി തീരാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കുട്ടിയെ അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ്. കാരണം പിൽക്കാലത്ത് ഈ കുട്ടി അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് 3 ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അതും ഏത് ഐറ്റത്തിനെന്നൊന്ന് ഊഹിക്കാവോ? ഓട്ട മത്സരത്തിന്റെ 3 വിഭാഗങ്ങൾക്കാണ് ആ കുട്ടി ആ 3 സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടിയത്. അത് മറ്റാരുമല്ല, അമേരിക്കയുടെ സ്പോർട്സ് ചരിത്രത്തിൽ പുതിയ ഇതിഹാസം കുറിച്ച വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന അത്ലറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കഥകൾ പറഞ്ഞ് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റാണ് നമുക്ക് അടുത്തതായി കാണാനുള്ളത്. തീർച്ചയായും ഗോപിക, അത്തരം നമുക്കൊരു മോട്ടിവേഷൻ നൽകുന്ന ഒരു സെഗ്മെന്റാണ് ഇനി വരാൻ പോകുന്നത്. പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ്. മനുഷ്യന് പലപ്പോഴും പലതും പഠിക്കുവാനുള്ളത് ചെറു ജീവികളിൽ നിന്നാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് തവളയെ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പരീക്ഷണമാണ്. ഒരു കൂട്ടം ഗവേഷകർ ഒരു തവളയെ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലേക്ക് ഇട്ടു. തവള ആ പാത്രത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കുവാനും ചാടാനും ഒക്കെ തുടങ്ങി. പതിയെ ഈ പാത്രത്തിനെ ഈ ഗവേഷകർ ഒരു അടുപ്പിന് മുകളിലേക്ക് വെച്ചു. എന്നിട്ട് തീ കത്തിച്ചു. വെള്ളം ചെറുതായി ചൂടായി വരുന്നു. ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ ചൂട് ഉയർന്നു വരുന്നതിനനുസരിച്ച് തവള പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും പ്രകടിപ്പിച്ചില്ല. മറിച്ച് തൻ്റെ ശരീരത്തിനെ ഉയർന്നു വരുന്ന ചൂടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുന്ന രീതിയിൽ തവള മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഈ ടെമ്പറേച്ചർ ഉയർത്തിക്കൊണ്ടേയിരുന്നു. തവള തൻ്റെ എല്ലാ ശക്തിയും എല്ലാ ശേഷിയും എടുത്തുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ തന്നെ അതിൻ്റെ ശരീരത്തിനെ ആ വെള്ളത്തിൽ നിന്നു പോകുവാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ രീതിയെ മാറ്റിക്കൊണ്ടേയിരുന്നു.
ഒടുവിൽ ആ വെള്ളം ചൂടായി 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 തിളയ്ക്കുന്ന നിലയിലേക്കെത്തി, ബോയിലിംഗ് പോയിന്റിലേക്കെത്തി. അപ്പോഴാണ് തവളയ്ക്കൊരു കാര്യം തിരിച്ചറിഞ്ഞത്, ഇനി ഇതിനു മുകളിലേക്കുള്ള ചൂട് താങ്ങുവാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്തുവാൻ എനിക്ക് കഴിയുകയില്ല. അവിടെ നിന്നുകൊണ്ട് തവള ഒരു വല്ലാത്ത മരണവെപ്രാളത്തിലേക്ക് ഏർപ്പെടുകയുണ്ടായി. എങ്ങനെയെങ്കിലും ആ പാത്രത്തിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങണമെന്ന് തവളയ്ക്കൊരു വല്ലാതെ ഒരു താല്പര്യമുണ്ടായി. അതിനു വേണ്ടിയിട്ട് അത് കഠിനമായ രീതിയിൽ പ്രയത്നിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ആ പാത്രത്തിൽ നിന്നും ചാടി പുറത്തു കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം ആ തവളയ്ക്കില്ലായിരുന്നു. അതിൻ്റെ കാരണം ചൂട് ഉയരുന്നതിനനുസരിച്ച് തൻ്റെ ശരീരത്തിനെ അതിനോട് ക്രമപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് തൻ്റെ ആരോഗ്യത്തിൻ്റെ വലിയൊരു ഭാഗത്തിന് തവള നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ അതിന് പുറത്തേക്ക് ചാടി പോകുവാൻ കഴിയുന്ന രീതിയിലുള്ള ആരോഗ്യം ആ തവളയ്ക്ക് ഇല്ലായിരുന്നു. ഇവിടെ തവളയ്ക്ക് സംഭവിച്ചത്, തനിക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന തനിക്ക് പ്രതികൂലമായ മാറ്റത്തിനനുസരിച്ച് തവള തൻ്റെ ശരീരത്തിന് അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് കൃത്യമായി ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബുദ്ധിപൂർവമായ തന്ത്രപരമായ ഒരു തീരുമാനത്തോടുകൂടെ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തവള തിരിച്ചറിഞ്ഞില്ല. കാലിനടിയിലെ മണ്ണ് പരിപൂർണമായിട്ടും ഒലിച്ചു പോകുന്നതുവരെയും അവിടെ തന്നെ നിന്നു പോകുവാനാണ് തവള ശ്രമിച്ചത്. അല്ലെങ്കിൽ അതിന് ബിസിനസ് ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു കൃത്യമായ എക്സിറ്റ് പോളിസി ഇല്ലാതായിപ്പോയി. ഏത് പോയിന്റിൽ വെച്ചുകൊണ്ട് എങ്ങനെ എക്സിറ്റ് ചെയ്യണമെന്നുള്ള പോളിസി ഇല്ലാതായിപ്പോയി. നമ്മുടെ ജീവിതത്തിലും നമുക്കിത് ആവശ്യമാണ്. പല ബന്ധങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, സൗഹൃദ വലയങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, ചില തൊഴിലുകളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, ഒരുപക്ഷെ പുതിയ കാലത്തിൽ യുവാക്കൾ പലപ്പോഴും സംരംഭകരാകുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോഴൊക്കെ ഏത് പോയിന്റ് വരെയാണ് നമ്മൾ നമ്മുടെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട്, നെഗറ്റിവിറ്റികൾ സഹിച്ചുകൊണ്ട്, പ്രശ്നങ്ങളെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്, ഏത് കൃത്യമായ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മളത് നിർത്തി എക്സിറ്റ് ചെയ്ത് മറ്റൊരു ബെറ്റർ വഴി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഓരോ വ്യക്തികൾക്കും അനിവാര്യമാണ്. ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും എവിടെയാണോ നിൽക്കുന്നത്, അത് തൊഴിൽപരമായ കാര്യങ്ങളിൽ, ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ, സമൂഹത്തിലെ പല തലങ്ങളിലുള്ള നമ്മുടെ ഇടപെടലുകളിൽ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ പോസിറ്റീവ് മനസ്സോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പ്രതിബന്ധങ്ങളെ കൃത്യമായ രീതിയിൽ തരണം ചെയ്യുവാനുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടാവണം. അതിനുള്ള എല്ലാത്തരം പ്രയത്നവും ഏറ്റവും കൂടുതലുള്ള ഒരു ഡിറ്റർമിനേഷനും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പക്ഷെ അപ്പോഴും ഏത് പോയിന്റിൽ വെച്ചുകൊണ്ട്, ഏത് ലെവൽ വരെ എത്തിയാലാണ് ഞാൻ ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യേണ്ടത്, പ്രശ്നത്തിൻ്റെ രൂക്ഷത എവിടെ എത്തുമ്പോഴാണ് ഞാൻ എക്സിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാവണം. ഒരുപക്ഷെ വിജയത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ ഒന്ന് പ്രതിബന്ധങ്ങളെ എല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ആ മാനസികാവസ്ഥയാണെങ്കിൽ, മറ്റൊന്ന് പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് ഏത് ലെവലിൽ എത്തുമ്പോഴാണ് ഞാൻ അവിടെ എൻ്റെ ഈ കളി നിർത്തി എക്സിറ്റ് ചെയ്ത് മറ്റൊരു ബെറ്റർ ഗെയിമിലേക്ക് പോകേണ്ടത് എന്ന തിരിച്ചറിവ് കൂടെയാണ്. ഇത്തരത്തിലൊരു കൃത്യമായ എക്സിറ്റ് പോളിസി ഡിഫൈൻ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അത് ഒരുപാട് സഹായകമാകും വിജയത്തിൻ്റെ പടികൾ കയറുന്ന നമ്മുടെ ഈ യാത്രയിൽ. പ്രേക്ഷകർക്ക് ഇന്നത്തെ എല്ലാ വിഭവങ്ങളും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയിക്കേണ്ട വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 0471246660. ഇമെയിൽ panorama.tvmedia@gmail.com. ഗോപിക, ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്കിൾ ബൺ എന്ന സിനിമയെക്കുറിച്ചാണ്. അങ്കിൾ ബൺ എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എന്നും നമ്മൾ പ്രേക്ഷകരെ രസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കഥാപാത്രമാണ്. ഇന്നും രസിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം. അതോടൊപ്പം ഈ സിനിമയിൽ ഒരുപാട് സോഷ്യൽ മെസ്സേജുകൾ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്സിന്റെ മൂലം വഴിതെറ്റി പോകുന്ന, എസ്പെഷ്യലി പെൺകുട്ടികളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സിനിമയായിരുന്നു തീർച്ചയായിട്ടും അങ്കിൾ ബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്സ് വേണ്ട എന്നല്ല, പക്ഷെ എന്തും ഒരു അതിർത്തി വെച്ചിട്ട് അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നതിനുള്ളതിന് ഒരു വളരെ വലിയ എക്സാമ്പിളാണ് ഈ സിനിമ. നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് എന്നും ജീവനോട് തന്നെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.